ഐതിഹ്യമുറങ്ങുന്ന ഉത്തര മലബാറിലെ പ്രമുഖ ക്ഷേത്രങ്ങളിലൊന്നാണ് ആദൂർ ഭഗവതി ക്ഷേത്രം. അവിടെ 351 വർഷത്തിന് ശേഷം നടക്കുന്ന പെരുങ്കളിയാട്ടത്തിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത്. വാമൊഴികളിലും പഴമൊഴികളിലും മാത്രം കേട്ടുപരിചയമുള്ള ഈ പെരുങ്കളിയാട്ടം ഇന്ന് ഈ ദേശത്തിൻ്റെ, ഈ നാടിൻ്റെ ആകെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണ്. പയ്യന്നൂർ കുഞ്ഞിമംഗലം മുതൽ വടക്ക് സോമേശ്വരം വരെയുള്ള മുഖയ ബോവി സമുദായത്തിൻ്റെ 11 ക്ഷേത്രങ്ങളിലൊന്നാണ് ആദൂർ ഭഗവതി ക്ഷേത്രം. 3 ഭഗവതിമാർ, പുന്നക്കാൽ ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ആയിറ്റി ഭഗവതി ഒരേ പീഠത്തിൽ ഒന്നായി കുടികൊള്ളുന്നു എന്നതാണ് മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും ആദൂർ ഭഗവതി ക്ഷേത്രത്തെ വ്യത്യസ്തമാക്കുന്നത്. ഒരേ പീഠത്തിൽ ഒറ്റ പ്രതിഷ്ഠയാണ് ഇവിടെ ഭഗവതിമാർ കുടിയിരിക്കുന്നത്. വർഷങ്ങൾക്ക് ശേഷം ഇവിടെ നടക്കുന്ന കളിയാട്ടം മാനവ സൗഹാർദ്ദത്തിൻ്റെയും ഐക്യത്തിൻ്റെയും മഹാസന്ദേശമാണ് നൽകുന്നത്. ജാതിമത ഭേദമില്ലാതെ ഒരു നാടിൻ്റെ ആകെ പ്രവർത്തനങ്ങളുടെ ഫലമാണ് ഈ പെരുങ്കളിയാട്ടത്തിലൂടെ സഫലമാകുന്നത്. ക്ഷേത്രം ഉൾപ്പെടുന്ന പ്രദേശത്തെ ആദൂർ പടിയത്തെടുക്ക മുസ്ലിം ജമാഅത്ത് ഭാരവാഹികളും അംഗങ്ങളും തുടക്കം മുതൽ തന്നെ കളിയാട്ടത്തിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമാണ്. ആദൂർ ജമാഅത്തിൽ നിന്നും ഭാരവാഹികളുടെ നേതൃത്വത്തിൽ ക്ഷേത്രത്തിൽ കലവറ വസ്തുക്കൾ സമർപ്പിക്കുന്നു. ആദൂർ ജുമാ മസ്ജിദിൽ നിന്നാണ് കലവറ സാധനങ്ങളുമായി ഭാരവാഹികൾ എത്തുന്നത്. മതസൗഹാർദ്ദത്തിൻ്റെ മഹനീയ കാഴ്ചകളാണ് ഈ പെരുങ്കളിയാട്ടം. കളിയാട്ടത്തിന് വോളണ്ടിയർമാരായി എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന പെരുങ്കളിയാട്ടത്തിലും നാടിൻ്റെ മൊത്തം സഹകരണമുണ്ടായിരുന്നു എന്നാണ് ഇവിടെ നടന്ന അഷ്ടബന്ധ പ്രശ്നചിന്തയിൽ കണ്ടെത്തിയത്. നാലു നേരം ഭക്ഷണവുമായി പെരുങ്കളിയാട്ടത്തിൻ്റെ അടുക്കളയും സജീവമാണിവിടെ. രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും രാത്രിയുമായി ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേർക്കാണ് ഇവിടെ ഭക്ഷണം വിളമ്പുന്നത്. നീണ്ട 3.5 നൂറ്റാണ്ടിൻ്റെ കാത്തിരിപ്പിനൊടുവിൽ മുഖയരുടെ ആദ്യ മൂലസ്ഥാനമായ ആദൂർ എന്ന തട്ടകത്തിൽ ഒരേ പീഠത്തിൽ കുടികൊള്ളുന്ന 3 അമ്മ സ്വരൂപങ്ങൾ ചെമ്പട്ടുടുത്ത് കാൽച്ചിലങ്കയണിഞ്ഞ് ദ്രുതതാളത്തിൽ ഉറഞ്ഞാടുകയാണിവിടെ. വൈരാപുരത്ത് വടക്കൻകോടി തെയ്യത്തിൻ്റെ പുറപ്പാടോടെയാണ് ഓരോ ദിവസത്തെയും ചടങ്ങുകൾ ആരംഭിക്കുക. തുടർന്ന് അസുരാളൻ, കല്ലങ്കര ചാമുണ്ടി തുടങ്ങിയവയുടെ പുറപ്പാട്. ഉച്ചപൂജ കഴിഞ്ഞ് വിവിധ തെയ്യങ്ങളുടെ തുടങ്ങൽ. ഉച്ചത്തോറ്റം, വെള്ളാട്ടം, അന്തിത്തോറ്റം, കുളിച്ചേറ്റം തുടങ്ങിയ ചടങ്ങുകളാണ്. സമാപന ദിവസം 351 വർഷത്തെ കാത്തിരിപ്പിൻ്റെ സാഫല്യമായി പുന്നക്കാവിൽ ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ആയിറ്റ ഭഗവതി എന്നിവരുടെ തിരുമുടി ഉയരലും കലശം എഴുന്നള്ളത്തും നടക്കുക. 42 അടി ഉയരമുള്ള മുടിയാണ് ഒന്നിച്ച് എഴുന്നള്ളുന്ന 3 ഭഗവതിമാർക്കുമുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ബാക്കി പത്രമായി ഒരു കലശപാത്രം ഇന്നും ക്ഷേത്രത്തിലുണ്ട്. വെളുത്ത ഓടുകൊണ്ട് നിർമ്മിച്ച ഇതിൻ്റെ കാലപ്പഴക്കം പരിശോധിച്ച് 350 വർഷത്തോളം വരുമെന്നാണ് പുരാവസ്തു വകുപ്പ് കണക്കാക്കിയിരിക്കുന്നത്.
മറ്റ് കളിയാട്ടങ്ങൾ ക്ഷേത്രത്തിൽ നടക്കാത്തതിനാൽ മുൻപ് നടന്ന പെരുങ്കളിയാട്ടത്തിൽ ഉപയോഗിച്ചതാണ് ഇതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഭഗവതിമാർക്കുള്ള കലശം എഴുന്നള്ളത്തിന് ഉപയോഗിക്കുന്ന ഈ പാത്രം നിറയെ കൊത്തുപണികളാൽ മനോഹരമാക്കിയിരിക്കുന്നു. ഓരോ പെരുങ്കളിയാട്ടത്തിനും പുതിയ പുതിയ കലശപാത്രമാണ് ഉപയോഗിക്കുന്നത്. ഇതുകൂടാതെ കൊടിക്കൂറയുടെ ഒരു ഭാഗവും മുൻപ് നടന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ ശേഷിപ്പായി ക്ഷേത്രത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ഇത്തവണയും വെളുത്ത ഓടിൻ്റെ കലശപാത്രം തന്നെയാണ് ഭഗവതിമാരുടെ എഴുന്നള്ളത്തിനായി ഉപയോഗിക്കുന്നത്. മുഴുവൻ ജീവജാലങ്ങൾക്കും അനുഗ്രഹമരുളി ഒറ്റത്തിടമ്പിൽ കുടിയിരിക്കുന്ന 3 ഭഗവതിമാരാണ് ആദൂരിലെ പ്രത്യേകത. മഹാലക്ഷ്മിയായും മഹേശ്വരിയായും ഭദ്രയായും ഈ ദേവതാ സങ്കല്പം നിലകൊള്ളുന്നു. സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ ഭാവങ്ങളോടെ പുന്നക്കാവിൽ ഭഗവതി, ഉച്ചൂളിക്കടവത്ത് ഭഗവതി, ആയിറ്റി ഭഗവതി എന്നീ നാമങ്ങളിൽ ക്ഷേത്രത്തിൻ്റെ കന്നിരാശിയിലെ ഗർഭഗൃഹത്തിൽ ഒറ്റ ചൈതന്യമായി നിലയുറപ്പിച്ച് ഭക്തരെ പരിപാലിക്കുന്നു. വില്ലാപുരത്ത് അസുരകാളൻ, കല്ലങ്കര ചാമുണ്ടി, മേച്ചേരി ചാമുണ്ടി, മലങ്കര ചാമുണ്ടി എന്നിവരും പഞ്ചുരുളി ദേവതകളും കുടികൊള്ളുന്നത് മുഖ മണ്ഡപത്തിലാണ്. വീരൻ ദൈവത്തിന് മാടവും, കുണ്ടാർ ചാമുണ്ടി, വിഷ്ണുമൂർത്തി, ഗുളികൻ എന്നിവർക്ക് പ്രത്യേക സ്ഥാനവുമുണ്ട്. തൂവക്കാളി അമ്മയ്ക്ക് കാവും പ്രത്യേക നാഗപ്രതിഷ്ഠയും ഇവിടെയുണ്ട്. അധ്വാനശീലരായ കടലിൻ്റെ മക്കളെ കടലിലും കരയിലും കാത്തരുളുന്ന ദേവതാ സങ്കല്പമാണ് ഇവിടെ. തീരദേശത്തു നിന്നും മലനാട് കാണാനെത്തിയതാണ് ഭഗവതിമാർ. തോറ്റം പാട്ടുകളിലും കണിയാൻ പാട്ടുകളിലും ഭഗവതിമാർ സമുദ്രങ്ങൾ കടന്ന് തുളുനാട്ടിലെത്തിയതിൻ്റെയും മഹാ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിൻ്റെയും കഥകൾ ചരിത്രങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. മാടായിപ്പാറയുടെ വടക്ക് ഭാഗത്തായി മുഖയ സമുദായത്തിൻ്റെ 4 ദേവീ സ്ഥാനങ്ങളിലും കാടങ്കോട്, കൊയങ്കര, നീലേശ്വരം, മാണിക്കോത്ത് ഇവിടങ്ങളിൽ നിലയുറപ്പിച്ചതിന് ശേഷം അടൂർ ശ്രീ മഹാലിംഗേശ്വര ക്ഷേത്രത്തിൽ എത്തി എന്ന് ഐതിഹ്യം. ബെല്ലാൾ രാജാവിൻ്റെ പല്ലക്ക് ചുമക്കുന്ന മുഖയരെ കാണുകയും അവരിൽ ഒരാളിൽ ഭഗവതി ആവേശിക്കുകയും ചെയ്തുവെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. മുഖയ വിഭാഗത്തിലെ തന്നെ നെല്ലിക്കുന്ന്, കണ്ണീരത്ത്, കരയപ്പൻ, കിരിയം ഭണ്ഡാരവീട് തറവാട്, മൂത്തില്ലം തറവാട്ടുകാരാണ് ഇപ്പോൾ ക്ഷേത്രത്തിൻ്റെ അവകാശികൾ.
ജ്യോതിഷ പണ്ഡിതന്മാരായ മാങ്ങാട് ശശിധരൻ, പിലിക്കോട് രാമചന്ദ്ര പണിക്കർ, രാജശേഖരൻ പൊയ്നാച്ചി എന്നിവരുടെ നേതൃത്വത്തിലുള്ള അഷ്ടബന്ധ പ്രശ്ന ചിന്ത നടത്തിയാണ് ഇവിടെ ഇപ്പോൾ ചിട്ടവട്ടങ്ങൾ രൂപപ്പെടുത്തിയിരിക്കുന്നത്. 2008 നടത്തിയ അഷ്ടബന്ധ പ്രശ്ന ചിന്തയിലാണ് ഇവിടെ ദേവി പെരുങ്കളിയാട്ടം ആഗ്രഹിക്കുന്നതായി കണ്ടെത്തിയത്. അനുബന്ധ ക്ഷേത്രങ്ങളായ കാടങ്കോടും മാണിക്കോത്തും പെരുങ്കളിയാട്ടം നടന്നിരുന്നെങ്കിലും അതിൽ നിന്നും വ്യത്യസ്തമായാണ് ഇവിടുത്തെ ചടങ്ങുകൾ. ആ 2 പെരുങ്കളിയാട്ടങ്ങളിലും കൊടിയേറ്റ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ആദൂരിൽ 3 ഭഗവതിമാർ ഒരുമിച്ച് ഉള്ളതിനാൽ കൊടിയേറ്റോടെയാണ് തുടങ്ങിയത്. ഭക്തരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് 39 തെയ്യക്കോലങ്ങളുടെ കാൽ ചിലമ്പൊലി ആദൂർ ദേശമാകെ മുഴങ്ങിക്കൊണ്ടേയിരിക്കുന്നു. ജാതിമതഭേദമില്ലാതെ ഒരു ദേശത്തിൻ്റെ തന്നെ ഉത്സവമായി നടത്തപ്പെടുന്ന പെരുങ്കളിയാട്ടത്തിൻ്റെ അണിയറയിൽ ഒരുങ്ങുന്നത് വർണ്ണശബളമായ പരിപാടികളാണ്. കേന്ദ്രമന്ത്രിമാർ, സാമാജികർ തുടങ്ങി ഒട്ടേറെ രാഷ്ട്രീയ നേതാക്കളും സാംസ്കാരിക നായകന്മാരും പങ്കെടുക്കുന്ന ധാരാളം പരിപാടികളും പെരുങ്കളിയാട്ട ദിനങ്ങളിൽ അരങ്ങേറുന്നു. ഗാന, നൃത്ത, നാട്യ പരിപാടികൾ നേതൃത്വം നൽകുന്നത് കേരളത്തിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരും പ്രമുഖരുമായ കലാകാരന്മാരാണ്. മാത്രമല്ല, ഉത്സവ ദിനങ്ങളിൽ ഭഗവത് പ്രസാദമായി അന്നദാനവും നൽകപ്പെടുന്നു. നൂറ്റാണ്ടുകൾക്ക് ശേഷം നടക്കുന്ന ആദൂർ ഭഗവതി ക്ഷേത്ര പെരുങ്കളിയാട്ടത്തിൽ ഭഗവതിമാരുടെ തിരുമുടി ഏന്താനുള്ള നിയോഗം ഉമേശൻ നേണിക്കോത്തിനും അശോകൻ മണക്കാടനും നന്ദൻ മണക്കാടനുമാണ്. സ്വന്തമായി തയ്യാറാക്കിയ ഭക്ഷണം മാത്രം കഴിച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് 3 പേരും ഭഗവതിമാരെ സ്വയം ആവാഹിക്കുന്നത്. പെരുങ്കളിയാട്ട സമാപന ദിവസമായ 24-ന് രാവിലെ 9 മണിയോടെയാണ് 3 ഭഗവതിമാരും ഒരുമിച്ച് അരങ്ങിലെത്തുന്നത്. ആറു ദിനരാത്രങ്ങളിലായി നടക്കുന്ന പെരുങ്കളിയാട്ടത്തിനായി വിപുലമായ തയ്യാറെടുപ്പുകളാണ് ആഘോഷ സമിതിയും ക്ഷേത്രഭരണസമിതിയും ചേർന്ന് നടത്തിയത്. 2017 ആഘോഷ സമിതി രൂപീകരിച്ചതിന് ശേഷം ഒരേ മനസ്സോടെ ആദൂർ ഗ്രാമം നടത്തിയ പ്രവർത്തനങ്ങളുടെ ശുഭകരമായ പരിസമാപ്തി കൂടിയാണ് ഈ പെരുങ്കളിയാട്ടം. പരിമിതികളെയും പ്രതിബന്ധങ്ങളെയും കൂട്ടായ്മ കൊണ്ട് മറികടന്ന ആഘോഷ സമിതിയുടെ പ്രവർത്തനം
എടുത്തു പറയേണ്ടതാണ്. 2021 പെരുങ്കളിയാട്ടം നടത്താൻ തീരുമാനിച്ചതാണ്. 2017 ആഘോഷ സമിതി രൂപീകരിച്ചതുമാണ്. എന്നാൽ അപ്രതീക്ഷിതമായി കടന്നു വന്ന കോവിഡ് മഹാമാരി എത്തിയതോടെ 2025 മാറ്റുകയായിരുന്നു. 1000-ഓളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം, 2000-ലേറെ പേർക്ക് ഒരേ സമയം ഭക്ഷണം വിളമ്പാനുള്ള പന്തൽ, വിവിധ റോഡുകളുടെ നിർമ്മാണം, വെള്ളത്തിനായി ചെറു തടയണകളുടെ നിർമ്മാണം എന്നിങ്ങനെ വിവിധ പ്രവർത്തനങ്ങളാണ് കളിയാട്ടം വിജയിപ്പിക്കാനായി നടത്തിയത്. ഭക്തർക്ക് സൗകര്യപ്രദമായി തെയ്യങ്ങളെ ദർശിക്കാനും അന്നപ്രസാദം സ്വീകരിക്കാനുമുള്ള സ്ഥലമൊരുക്കൽ, പെരുങ്കളിയാട്ടത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുള്ള അനുഷ്ഠാന ചടങ്ങുകൾ, അതുപോലെ തന്നെ കലാ സാംസ്കാരിക പരിപാടികളുടെ ആസൂത്രണം എന്നു തുടങ്ങി ഒരു പരാതിക്കും ഇട നൽകാതെ വളരെ മനോഹരമായി തന്നെ സംഘാടകർ എല്ലാം മികവുറ്റ ആസൂത്രണ പാടവത്തോടെ ചെയ്തുവെന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കും. മുമ്പ് നടന്ന പെരുങ്കളിയാട്ടങ്ങളുടെ കാലഗണന, അതായത് കാലപ്പഴക്കം, പ്രശ്ന ചിന്തയിലൂടെയാണ് നിശ്ചയിക്കപ്പെട്ടത്. എന്നാൽ ഇനി വരുന്ന പെരുങ്കളിയാട്ടങ്ങളും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പെരുങ്കളിയാട്ടവും ചരിത്ര രേഖകളോടെ വരും തലമുറയ്ക്ക് കൈമാറാൻ പറ്റുമെന്നതിൽ ഒരു സംശയമില്ല. ആദൂരിൻ്റെ ദേശവും ചരിത്രവും, മുഖയ ബോബി സമുദായത്തിൻ്റെ ചരിത്രം, ആര്യനാട്ടിൽ നിന്നും മരക്കലമേറി വന്ന അവരുടെ ആരാധനാമൂർത്തികളായ അമ്മ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട ഐതിഹ്യ പെരുമ, ആചാരാനുഷ്ഠാനങ്ങളുടെ ആധികാരിക വിശകലനങ്ങൾ, ജാതി മത ഭേദമന്യേയുള്ള സമീപങ്ങളായ ആരാധനാലയങ്ങളുടെ വിവരങ്ങൾ എന്നിവ ഈ പെരുങ്കളിയാട്ടത്തിൻ്റെ ചരിത്രത്തിൽ പ്രത്യേക തങ്കലിപികളിൽ എഴുതപ്പെടുന്നതായിരിക്കും. വിവിധ ഘടകങ്ങൾ, അമ്പലങ്ങൾ, ഭജനമന്ദിരങ്ങൾ, പ്രാദേശിക സംഘങ്ങൾ എന്നിവയുടെ പ്രവർത്തനങ്ങൾ ധാരാളമായി ഇവിടെ എത്തിയിട്ടുണ്ട്. വോളണ്ടിയർ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ വളരെ കൃത്യമായി പാലിച്ചുകൊണ്ട് ഞങ്ങളോട് സന്ദേശങ്ങൾ നൽകുന്നു. അതുപോലെ തന്നെ വോളണ്ടിയർ കമ്മിറ്റി, കുടിവെള്ള വിതരണ കമ്മിറ്റി, മഹിളാ കമ്മിറ്റി, പ്രത്യേകിച്ചും വെള്ളം ചെയ്യും ആ ഒരു സൈഡിൽ നിന്ന് മാത്രം വിട്ടെങ്കിലേ ಎಲ್ರಿಗೂ ಭಗವತಿಯಮ್ಮ ಅವರ ಮನಸ್ಸಿನ ಇಚ್ಛೆ ಏನಿದೆ ಅದನ್ನು ನೆರವೇರಿಸಿಕೊಂಡು ಎಂಬುದಾಗಿ ನಾನು ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. യാത്രകൾ അവസാനിക്കുന്നില്ല, കാഴ്ചകൾ. വീണ്ടും പുതിയ വീഡിയോയുമായി കാണുന്നവരെ നന്ദി, നല്ല നമസ്കാരം. താങ്ക് യു.